പേര് പിങ്കിന് 25,000 രൂപയ്ക്ക് വരെ അത്ര സമയം കച്ചവടം നടന്നായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അക്വ8 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈരാറ്റുപേട്ടിലെ കുന്നോന്നിയിൽ നമ്മളൊരു ഗൗരാമി ഫിഷ് ഫാം കാണാൻ വേണ്ടി വന്നതാണ്. ഇത് അരുൺ ചേട്ടന്റെ ഒരു ഫിഷ് ഫാമാണ്. ഇത് ഒരുപാട് വെറൈറ്റി ഫിഷുകൾ കുളങ്ങളുണ്ട് ഇവിടെ. ഇവിടെ കൂടുതലായിട്ടും ജൈന്റ് ഗൗരാമികളാണ് കൂടുതലായിട്ടുള്ളത്. അത് ഒരുപാട് അതിന്റെ വെറൈറ്റി കുറെ ഗൗരാമി ഫിഷുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വർഷങ്ങളായിട്ട് ജൈന്റ് ഗൗരാമി ചെയ്യുന്ന ഒരു ചേട്ടനാണ് അരുൺ ചേട്ടൻ. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷം നമുക്ക് അരുൺ ചേട്ടന് ചോദിച്ചു തരാം. ഇവിടെ ഇപ്പം ഈ കുളങ്ങളെല്ലാം നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ പോണ്ട് പോലെ ഇരിക്കുമെങ്കിലും ഇതെല്ലാം പടുതാ കുളങ്ങളാണ്. അത്ര മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റുമുള്ള ആംബിയൻസ് ഒക്കെ വളരെ മനോഹരമാണ് ഇവിടുന്ന് ഇത് കാണാനും. ഇവിടെ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തൊരു ഫാമാണ്. അത്യാവശ്യം ഈ പേട്ടയിലെ ഒരു ഏറ്റവും വലിയൊരു ഫിഷ് ഫാം വേണ്ടി പറയാം. അത്ര അടിപൊളിയായിട്ടൊരു ഫാമാണ് ഈ അരുൺ ചേട്ടന്റെ ഫിഷ് ഫാം. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അരുൺ ചേട്ടന് തന്നെ ചോദിച്ചറിയാം. അരുൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതേ സ്ഥലം പ്രോപ്പർ ഇത് കുന്നോന്നി, കുഞ്ഞാത്തക്കര പഞ്ചായത്ത് കുന്നോന്നി എന്ന് പറയുന്ന ഗ്രാമം. കുന്നോന്നി. അപ്പൊ ഇവിടെ എന്നാ മെയിൻ ആയിട്ടുള്ള ഗൗരാമി മാത്രമേ? ഗൗരാമി മാത്രമേ. എത്ര ടൈപ്പ് ഗൗരാമീസ് ഉണ്ട്? 4 ടൈപ്പാണ്. ജയന്റ് ഗൗരാമി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അതിന്റെ അകത്ത് ഈ വലുതാകുന്നതിനാണ് ജയന്റ് ഗൗരാമി എന്ന് പറയുന്നത്. ഓ ശരി. ആ ജയന്റ് ഗൗരാമി തന്നെ 4 ടൈപ്പ് വെറൈറ്റി ഉണ്ട്. ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ, റെഡ്ടെയില്. അതില് ബ്ലാക്കും പിങ്കും ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അത്യാവശ്യം ഗ്രോത്ത് റേറ്റ് ഉള്ളതും പിന്നെ ആൾക്കാരെ എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതും ബ്ലാക്കാണ് മെയിൻ. പിങ്കിന് ഓരോന്നിനും ബാക്കിയുള്ളതെല്ലാം റെയർ ആയിട്ടുള്ളതാണ്. ഓർണമെന്റൽ കാറ്റഗറിയിലും കൂടെ ഉള്ളതാണ്. അപ്പൊ പിങ്ക് ഒക്കെ എന്ന് പറയുന്നത് റേറ്റ് കൂടുതലാണ്. പിങ്ക് ഗൗരാമി നമ്മള് അക്വരത്തിലേക്ക് ഇങ്ങോട്ട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 14,000 ഭയങ്കര റേറ്റ് ആണ്. നമ്മള് എറണാകുളത്തൊക്കെയുള്ള അക്വരത്തിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ്. പിന്നെ ഇതെല്ലാം ഒരു ഫാൻസി ആയിട്ടാണ്. പക്ഷെ ഇതിനു മുമ്പ് ആൾക്കാർ ഇവിടെ ഈ പിങ്കിന് നല്ല ഗ്രോത്ത് ഉണ്ട്. ബ്ലാക്കിനെക്കാളും ഗ്രോത്ത് കൂടുതലാണ്. അപ്പൊ പിങ്കിനെ വളർത്തി കഴിച്ചോണ്ടിരുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിന്റെ സമയത്ത് ഒരു പേര് പിങ്കിന് 25,000 രൂപയ്ക്ക് വരെ കച്ചവടം നടന്നായിരുന്നു. പിങ്ക് ആണെങ്കിലും ഇപ്പോഴും ഞാൻ കിലോ 1,250 റേഞ്ചിലാണ് വിൽക്കുന്നത്. ബ്രീഡിങ്ങിന്. കാരണം അത് എഡിബിൾ ചിലര് സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോയി കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഈ റേറ്റ് ഇത്രയുള്ള ആണ് നമുക്കൊക്കെ കഴിക്കാനൊരു നല്ല രസമാണ് കാണാനും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ ചിലർക്ക് ഇതിന്റെ കളർ കാരണം ചിലർക്കും കഴിക്കാനൊരു ബുദ്ധിമുട്ട്. റെഡ് തിലോപ്പിയയും സാധാ തിലോപ്പിയയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം ഗ്രില്ല് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് പിങ്ക് ആണല്ലേ? ശരി. അപ്പൊ ഏകദേശം എത്ര കിലോ വെയിറ്റ് വരും? നമുക്ക് ഒരു ബ്ലാക്ക് ആണ്, അതായത് ഈ പിങ്ക് ആണെങ്കിലും എത്ര കിലോ വെയിറ്റിലേക്ക് വരും? അതായത് ഇതിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആദ്യ വർഷം കുറവാണ്. ഒരു കൈപ്പത്തി കൊഴുപ്പ് വരെ ഒരു വർഷം കൊണ്ട് ഒരു ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 400 ഗ്രാമൊക്കെ വരുള്ളൂ. ഒരു വർഷം കൊണ്ട്. അതേസമയം പിങ്ക് ആണെങ്കിൽ ഒരു 600-700 വരെ ആവറേജ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു വർഷം കൊണ്ട് 1 കിലോ പ്ലസ് കിട്ടിയ പിങ്കും ബ്ലാക്കും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഷൂട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ചിലത് എക്സ്ട്രാ വളർച്ച എന്നുള്ള ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 400 ഗ്രാം ഒക്കെയാണ്. അര കിലോ നോക്കാം ഇങ്ങനെ കൂട്ടിയാ. പിന്നീടാണ് വളർച്ച. 1.5 വർഷം കൊണ്ട് 1 കിലോ ആവും. ശരി. 2 വർഷം കൊണ്ട് 2 കിലോ. ചൊവ്വ നോക്കി വലിയ ഹൈ ഡെൻസിറ്റി അധികം ഡെൻസിറ്റി ഇടരുത്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കൊണ്ട് 2 കിലോ പ്ലസ് ആവും. 2 വർഷം കൊണ്ട് 3 വർഷം പ്ലസ് ആകുമ്പോഴാണ് മച്യൂർ ആകുന്നത്. 3 വർഷം കൊണ്ട് മെയിലൊക്കെ ഒരു 3 കിലോ പ്ലസ് ആവും. 3 വർഷം വേണം അതായത് നമുക്ക് 4 വർഷം വരെയൊക്കെ പിങ്കിന് സമയം. ബ്രീഡ് ചെയ്യണമെങ്കിൽ അത്ര സമയം വേണം. 4 വർഷമെങ്കിലും വേണം. 4 വർഷം 3 to 4 എന്നുള്ള ഒരു. ശരി. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് എത്ര ഒരു 4.5 കിലോ 5 കിലോ ആവും? അല്ല, 3 വർഷം കൊണ്ട് സാധാരണ നല്ല രീതിയിൽ വളർത്തുന്നവർക്കാണ് ഈ മെയിലൊക്കെ 3 പ്ലസ് ആകുന്നത്. ഫീമെയിലിന് വെയിറ്റ് കുറവായിരിക്കും. സാധാരണ ഒരു ഐഡിയൽ കണ്ടീഷനിൽ വളർത്തുകയാണെങ്കിൽ മെയിൽ ഒരു 3 വർഷം കൊണ്ട് 3 കിലോ പ്ലസ്, ഒരു 3-3.25. ഫീമെയിൽ ഒരു 2 കിലോ 2.5 കിലോ. അതാണ് ഇതിന്റെ. അരുൺ ചേട്ടൻ ഈ പ്രസ്ഥാനത്തിലൂടെ എത്ര വർഷങ്ങളായി? ഞാനൊരു
തൊണ്ണൂറ്റാറ് തൊട്ടുണ്ട്. തൊണ്ണൂറ്റാറ് അതായത് ഞാനൊരു ഹോബി എന്നുള്ള രീതിയിൽ ഇതിനോടുള്ളൊരു പിന്നെ ഇത് ഈ പറഞ്ഞ കണക്ക് ഓക്സിജൻ ഡയറക്റ്റ് ഓക്സിജൻ ബ്രീത്തിങ് ആണ്. അതെ, pH അതെ. നോക്കണ്ട, അതെ, അതെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. അതെ, അപ്പൊ അതെ. നമുക്കിവിടെ ഈ തോടത്ത് എന്ന് പറഞ്ഞാൽ മേലോട്ട് വെള്ളം പറ്റും. പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ പടുതാക്കുളമോ നാച്ചുറൽ പോണ്ടൊന്നും ഇല്ല. അതെ, അതെ. അപ്പൊ ഈ പക്ഷെ ഇത് കണ്ടാൽ നമുക്ക് നാച്ചുറൽ പോണ്ട് തന്നെയായിട്ട് തോന്നുന്നത്. ഒരു ഇതും തോന്നുന്നില്ല. എല്ലാം നമ്മൾ ഓർക്കും. ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ ഈ കുളം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഇതിപ്പം പടുതാക്കുളമാണ്. വെള്ളം ക്ലീൻ ആ, ചെയ്തിട്ട് clean ചെയ്ത്. തിരിച്ചിട്ടതാണ്. അതെ, അതെ. പടുതാക്കുളങ്ങളെയും വീടാകെ ഏലത്തുള്ളതായിരുന്നു ഇതിന്റെ. ഈ പാറക്കുളത്തില് അല്ലെങ്കിൽ ഈ വൈക്കം സൈഡിലൊക്കെ ഈ കനാൽ അങ്ങനത്തെ നാച്ചുറൽ പോണ്ടുകളിലായിരുന്നു ഇത് ബ്രീഡായിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഇവിടെയുള്ള ഒരു ഭാഷ കൊണ്ട് ഇടയ്ക്കല്ല ഇതിനൊക്കെ അന്ന് കിട്ടാനും ഭയങ്കര പാടായിരുന്നു. അതെ, അതെ, അതെ. നമ്മൾ ബുക്ക് ചെയ്ത് ഇവിടെ അടുത്തൊരാൾക്ക് ഒരു പാറക്കുളം നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു, മനു എന്ന് പറയും, പാതാമ്പുഴ. പുള്ളിയുടെ നല്ലൊരു ഫാമാണ് കേട്ടോ. ആണല്ലേ? അവിടുന്നാണ് ഞാൻ കുഞ്ഞുങ്ങളെ പുള്ളിക്ക് ഒരു പാറക്കുളം ഉണ്ടായിരുന്നു അന്ന്. ആ ഇത് കൊണ്ട് കുഞ്ഞുങ്ങളെ ഇടയ്ക്കൊക്കെ കിട്ടും, അതിനെ കൊണ്ടുവന്ന് പിന്നെ വൈക്കം സൈഡിൽ നിന്നൊക്കെ 1-2 വലിയതിനെ കിട്ടി. അങ്ങനെയൊക്കെ ഇതിന്റെ കളക്ഷൻ ഇങ്ങനെ ഒരു കുളത്തിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നതാണ്. അത് ശരി. അപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പം നോക്കിയപ്പോ ഈ പടുതാക്കുളമാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാലും പിടിച്ച് നമുക്ക് കാണത്തില്ല. ഇട്ട മുഴുപ്പിൽ തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് വളരുന്നില്ല. അപ്പൊ പിന്നെ എണ്ണി നോക്കി കഴിഞ്ഞപ്പോ ഒരു 100 കൂടുതൽ അപ്പൊ മനസ്സിലായി. അന്നേരം ഈ വെള്ളം താത്തപ്പോ ഇതിന്റെ അടിയിൽ കണ്ടില്ല, അതൊരു കൂടാണ്. അങ്ങേ സൈഡിൽ ആ പൈപ്പിന്റെ അവിടെ കണ്ടോ, പടുതാക്കുളത്തിൽ ബ്രീഡാവുമെന്ന് മനസ്സിലായില്ല. കാരണം പടുതാക്കുളത്ത് അന്നൊക്കെ ഈ സിൽപോളിൻ പോലും ഇല്ല, സാധാ പ്ലാസ്റ്റിക് ആണ്. അത് പെട്ടെന്ന് വെയിലടിച്ചപ്പോൾ പൊടിഞ്ഞു. അപ്പൊ വെയിലടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇമാര് ഇത് നാച്ചുറൽ ഒരു ഫീലിംഗ് വന്നില്ല. അതിന്റെ ഇടയിൽ കൂടുണ്ടാക്കി മുട്ടയിട്ട് കുഞ്ഞായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് പടുതാക്കുളത്തിൽ സംഭവം ബ്രീഡ് 6 മാസം കൊണ്ട് തന്നെ ഇത് ബ്രീഡായി. അതിന്റെ അകത്ത് വലിയതും ഉണ്ടായിരുന്നു. പല കളക്ഷന് പല മിക്സ് ആണ്. പക്ഷെ 100 കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 10,000-3000 മുട്ടയൊക്കെ വരുന്നതാണ്. അപ്പൊ ഈ ബാക്കി ഇടത്തരം കുഞ്ഞുങ്ങളെ തിന്നുകയും മുട്ട തിന്നുകയൊക്കെ ചെയ്യും. അതുകൊണ്ടായിരിക്കും ഒരു 100. അതായത് നമ്മൾ അറിയാതെ തന്നെ മീൻ ബ്രീഡായി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന് അതിന്റെ അകത്ത് അന്ന് എനിക്ക് ഇത് മെയില് ഫീമെയിൽ ആയിട്ട് ഒന്നും അറിയത്തില്ല. കിട്ടിയതിനെല്ലാം ഒരു കുളത്തിലിട്ട് 10-40 മീനുണ്ടായിരുന്നു. അതിന്റെ അകത്ത് 100 ബ്രീഡായി കിട്ടി. അപ്പൊ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. അല്ല, കൂട് കണ്ടു. പിന്നെ ഇതിനകത്ത് ബ്രീഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 2000 കാലഘട്ടത്തില് ഈ വാനില നനയ്ക്കാൻ വേണ്ടിട്ട് വലിയൊരു പടുതാക്കുളമാണ് ഈ സിൽപോളിനൊക്കെ ഇറങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം സ്പൈസസ് ബോർഡിന്റെ സഹായത്തോടെ വലിയൊരു 3 ലക്ഷത്തിൽ വലിയൊരു കുളം ഉണ്ടാക്കിയപ്പോ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് അതിലെ വലിയതിനെ കുറെ എണ്ണത്തിനെ വലിയ ടാങ്കിനകത്ത് മാറ്റി. അതിന്റെ അകത്ത് നല്ല ഓണക്ക് എനിക്ക് ബ്രീഡായി കിട്ടി. അതായത് ഒറ്റ ഇതിന് തന്നെ 5000+ കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പൊ എത്ര പേരിന് കിട്ടപ്പോ ഒരു 16 മീനോളം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് പേരൊന്നും അറിയത്തില്ല. ഇങ്ങനെ മെയിലും ഫീമെയിലും കാണുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു. പിന്നെ പയ്യെ അതിനെപ്പറ്റി പഠിച്ച് കഴിഞ്ഞപ്പം മെയിലും ഫീമെയിലൊക്കെ അന്നൊക്കെ പയ്യെ ഇന്റർനെറ്റ് ഒക്കെ ആയപ്പോ അത് വെച്ച് പിന്നെ ഐബിൻ എന്ന് പറയുന്ന ഈ കർഷകശ്രീയുടെ ഒരു എഡിറ്ററാണ്. പുള്ളി ഇതിന്റെ അകത്ത് ഭയങ്കര ഒത്തിരി ഹെൽപ്പ് ചെയ്തു നമ്മളെ. ഫീമെയിൽ മെയില് പുള്ളി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തൊരു എന്നോട് പാഷനുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ സഹായിച്ചത് ഇങ്ങനെ മെയില് ഫീമെയില് ഐഡന്റിഫിക്കേഷൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പിന്നെ പേരൊക്കെ തിരിച്ച് ഞാൻ അതിന്റെ അതായത് എനിക്ക് അതിന്റെ അകത്ത് തന്നെ ഇട്ടാ ഞാൻ പിന്നെ അന്ന് വളർത്തിയത് ഈ വലിയ കുളത്തിൽ മാത്രം. ഒരു സെല്ലിംഗ് സൈസ് തന്നെ നമുക്കൊരു 2.5 ഇഞ്ചുള്ള 5000+ കുഞ്ഞുങ്ങൾ അതിന്റെ അകത്ത് കിട്ടി. അപ്പം എനിക്ക് തോന്നുന്നു 35 രൂപയ്ക്കൊക്കെ ആണല്ലോ അന്ന്. ഒരു 15 രൂപ അത്രേ ഉള്ളായിരുന്നു അന്ന്. അത് 2000 എനിക്കൊന്ന് ഇപ്പൊ ഏകദേശം 40 രൂപ. അല്ല, ഇപ്പൊ ഞാനിപ്പോഴും ചെറിയ കുഞ്ഞുങ്ങള് 2 ഇഞ്ച് പ്ലസ് 30 രൂപയ്ക്കാണ്. പക്ഷെ പുറത്തേക്ക് 50 രൂപ വരെ ആയി. അതെ, ഞാൻ കഴിഞ്ഞ ഫാം ചെയ്യാൻ 35+ ഒക്കെ അതിൽ ഒരു 2-3 ഇഞ്ചിനൊക്കെ 50 രൂപയ്ക്ക് മുകളിൽ വിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരു അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് ഭയങ്കര അതായത് ഈ കാർഷിക മേഖലയില് ഞാൻ ഈ 2000 മുതൽ അത്യാവശ്യം വിൽപ്പന തുടങ്ങിയായിരുന്നു കുഞ്ഞുങ്ങളെ. ആ 2000 തൊട്ട് ഈ ഒരു 2000 കോവിഡ് തീരുന്നോളം വരെ ഇതുവരെ ആയിട്ടും എനിക്ക് കുഞ്ഞ് വേണമെന്ന് ആരോടും ചോദിക്കേണ്ടി വന്നു. ഇംഗ്ലീഷിലായിരുന്നു നമ്മൾ ആവുമ്പോൾ വിളിച്ചു പറയാം. വേറെ ഒരു കാർഷിക ഉൽപ്പന്നം എനിക്ക് ഇത്രയും ഒരു ഡിമാൻഡ് ഇല്ല. ബാക്കിയെല്ലാം നമ്മളിപ്പോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല പറയും, ഒന്നെങ്കിൽ കൊലക്ക് സൈസ് കൂടുതൽ, അല്ലെങ്കിൽ ഇത് സൈസ് കുറവാണ്, എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഇതും കൊണ്ട് അങ്ങ് ചെല്ലണം. ഇത്
തന്നെ വിപണി എപ്പോഴും വ്യത്യാസമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വ്യത്യാസമല്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് അപ്രോച്ച് ചെയ്യണം. അതെ. ഇതിപ്പം ഇത്രയായിട്ടോ, പിന്നെ ഈ കോവിഡിന്റെ സമയത്ത് ഭയങ്കര ഒരു പീക്കായിരുന്നു. അതിന്റേതായിട്ടുള്ള ഒരു ക്രാഷ് വന്നു. ഈ ഇടയ്ക്ക് കുറച്ചിടയ്ക്കായിട്ട് കോവിഡ് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തേന് ഇത് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ സർക്കാർ വന്ന് ഒത്തിരി പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ സബ്സിഡി എല്ലാം കൊടുത്തിട്ട് എല്ലാരും ഇത് സബ്സിഡി ചെയ്തു. കാരണം ഈ മറ്റേ നമ്മുടെ സാധാരണ ഈ നൈലോട്ടിക് എന്താ പറയുക, ഗൗരാമി തിലോപ്പിയ ചെയ്തിട്ട് ഒരുപാട് പേരെ പൈസ ഗിഫ്റ്റ് തിലോപ്പിയ. പക്ഷെ എല്ലാവർക്കും പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ മാർക്കറ്റിലായി. അതായത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുറച്ച് ചെയ്തായിരുന്നു. 250 രൂപ 200 രൂപയ്ക്ക് ആവശ്യം നമുക്ക് വിൽക്കാനുണ്ടായെങ്കിലും അവിടെ വരുന്ന മീൻകാരെ കൊണ്ടുവരുന്നത് 150 രൂപയ്ക്ക് 100 രൂപയ്ക്ക് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇരുന്ന് നമ്മളിപ്പോ നാച്ചുറൽ അതാന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ട 100 രൂപയ്ക്ക് കിട്ടാനുണ്ട്. ഈ ബയോഫ്ലോക്ക് അങ്ങനെയുള്ള സംഭവം ഒന്നും നമുക്ക് ഇവിടെ പുറത്തുനിന്ന് വരുന്ന മീൻ 80 രൂപ, അതും തിലോപ്പിയ ഇതും തിലോപ്പിയ. പക്ഷെ അത് ഇപ്പോഴും 250-260 രൂപയ്ക്ക് തിലോപ്പിയ മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ പോകുന്നവരുണ്ട്. പക്ഷെ ആ ഒരു മാർക്കറ്റിംഗ് എല്ലായിടത്തും സാധ്യമല്ല. പക്ഷെ ഇതിന് നല്ല ഡിമാൻഡാണ്. എപ്പോഴും ഈ സാധനം നല്ല ഫ്രഷ് ആണ്. പെട്ടെന്ന് ഇതിങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇതിപ്പോ എന്റെ ഇപ്പോഴും മാർക്കറ്റ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്വന്തം ആവശ്യത്തിന് കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഈ ഗൗരാമി ഫിഷ് ഇത് ശരിക്കും എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ ഒരിടത്തും ഇല്ല. ഇപ്പൊ ആരെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി കുറച്ച് ഫിഷ് ഉണ്ടാക്കി കഴിഞ്ഞ് വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് ടൈം പീരീഡ് മാത്രമല്ല, ഇതിപ്പം ഗൗരാമിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% പേര് ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പൊ ഇതിപ്പോ നമ്മള് 400 അല്ലെങ്കിൽ 500 രൂപയ്ക്ക്, ഞാൻ 500 രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്. മേടിക്കുന്നവര് മേടിക്കുക, അല്ലാത്തവർക്ക് അറിയത്തില്ല. കാരണം ഇതൊരു ഇറച്ചി മാർക്കറ്റ് ഇല്ല ഇതിന്. നമ്മൾ തന്നെ മാർക്കറ്റ് കണ്ടെത്തും. ഇപ്പൊ ഒരാളൊരു 10-500 കിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വിൽക്കാൻ നോക്കി കഴിയുമ്പോ കച്ചവടക്കാര് വന്നു കഴിഞ്ഞാൽ എടുക്കാതെ, കാരണം അവർക്ക് ഇത് അറിയത്തില്ല. അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല. ശരിയാ. അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിന് കോവിഡിന് മുമ്പ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഇതിന്റെ പ്രൊഡക്ഷൻ കൂട്ടി ഇറച്ചി മാർക്കറ്റ് അപ്പായി വന്നതായിരുന്നു. അന്നേരമാണ് കോവിഡ് കോവിഡ് വന്നപ്പോഴേക്ക് ഇതിന് 1 കിലോയ്ക്ക് 1000 രൂപയ്ക്ക് പോലും. അപ്പൊ പിന്നെ ഇറച്ചി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി, എല്ലാരും വളർത്തുകാരായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇപ്പം പിന്നെ ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഇപ്പൊ വീണ്ടും ഡിമാൻഡ് ആയിരിക്കും. ഇപ്പം സ്റ്റോക്ക് ഇല്ല, കുറച്ച് 100 എണ്ണം കൂടെ കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ബാച്ചായി വരണം, കാരണം ഫുൾ ബുക്കിംഗ് ആണ്. അപ്പൊ ഓൺലൈനിൽ അതോ നമ്മൾ ഇവിടെ വന്ന് മേടിച്ചിട്ട് പോവാണ്. ഈ നമുക്കിപ്പം കുറെ യൂട്യൂബില് ചാനൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നെ ഞാൻ ഈ 96 തൊട്ടുള്ള മാർക്കറ്റിംഗ് എനിക്ക് അന്ന് കോവിഡിന്റെ സമയത്തും ഡിമായിരുന്നപ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷെ പുതിയതായിട്ട് തുടങ്ങിയവർക്ക് പലർക്കും മാർക്കറ്റിംഗ് ബുദ്ധിമുട്ട്, ഇതിനു വേണ്ടി മെനക്കെടുന്ന അവരുടെ സമയം വെച്ച് നോക്കുമ്പോൾ അതിന് റിട്ടേൺ ഇല്ലാത്തതാണ് എല്ലാരും നിർത്തി. അപ്പൊ വീണ്ടും ഇപ്പം ഇതിന് ഗൗരാമിക്ക് നല്ല ഡിമാൻഡായി. കാരണം എല്ലാവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബയോഫ്ലോക്കിന്റെ കുളമെല്ലാം ഇങ്ങനെ കിടക്കും. പിന്നെ ഒന്നും നോക്കാതെ വളർത്താൻ പറ്റുന്ന ഈ ഗൗരാമി എന്നാൽ കുറച്ച് ഗൗരാമി ആയിട്ടേക്കാം, സ്വന്തം ആവശ്യത്തിന്, കൊമേഴ്ഷ്യലായിട്ടല്ല, സ്വന്തം ആവശ്യത്തിന്. അതാണ് എന്റെ ഒരു 95% ആൾക്കാരും സ്വന്തം ആവശ്യത്തിന് കൊണ്ടുവന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. പിന്നെ നമുക്ക് വലിയ കെയർ ചെയ്യേണ്ട, സീറോ കോസ്റ്റ് വളർത്താം. മീൻ തീറ്റ ഇപ്പം വരാല് നല്ലൊരു രുചിയുള്ള, അത്യാവശ്യം രുചിയുള്ള മത്സ്യമാണ്. പക്ഷെ വരാലിന് തീറ്റയ്ക്ക് ചാക്കിന് 2000-ന് മുകളിൽ. അത് തന്നെ ഇടുന്നത് നല്ലോണം നോക്കിയില്ലെങ്കിൽ പകുതി കാണുകയല്ല. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ ആൾക്കാർ ആദ്യത്തെ ഒരു ഇതുണ്ട് വരാലിനെ കൃഷി ചെയ്യാൻ പറയുമ്പോഴത്തേക്കും പിടിക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ പകുതി പോലും അല്ല. വരാലിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, കാരണം തിലോപ്പിയ തന്നെയാണെങ്കിലും നമുക്കിപ്പം മേടിച്ച് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഒരു 100 രൂപ അടുത്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. നമ്മുടെ പടുതായിട്ട് മറ്റുള്ളതും കൂടാതെ തീറ്റ മാത്രം പ്രൊഡക്ഷൻ കോസ്റ്റ്, നമ്മുടെ മെനക്കേടും കറണ്ട് ചാർജും എല്ലാം കൂടെ വന്ന് 100 രൂപ 200 രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. ഇപ്പം പക്ഷെ മാർക്കറ്റില് 100 രൂപയ്ക്കും ആന്ധ്ര മറ്റേ അത് മാത്രമല്ല പടിഞ്ഞാറൊക്കെ കെട്ടില് വലിയ വെള്ളത്തിൽ അവർക്ക് സീറോ കോസ്റ്റിലാണ്. അവർക്ക് 40 രൂപ 30 രൂപ വലിയ വിലയാണ്. ഹാർവെസ്റ്റ് ചെയ്യുന്ന ചെലവ് മാത്രമുള്ളതാണ്. കാരണം വാട്ടർ വേസ്റ്റിന് ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് കൈകാര്യം ചെയ്ത് കാശ് കിട്ടും. നമുക്ക് ഈ പടുതാക്കുളം ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വേസ്റ്റുകൾ കൊണ്ട് ഇടാൻ പറ്റില്ല, പെട്ടെന്ന് വെള്ളം കിട്ടും. അപ്പൊ അങ്ങനെ ഗൗരാമിക്ക് അതിന് മാത്രമുള്ള തീറ്റ വേണ്ട. ഇനി ആദ്യം സ്ലോ ഗ്രോത്ത് ആന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഫുഡ് കൺവേർഷൻ റേഷ്യോ നോക്കി കഴിയുമ്പം വലിയ വ്യത്യാസമൊന്നും കാണുകയില്ല. കാരണം ഇതിന് തീറ്റ അത് നമുക്ക് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു വലിയ ഹൈ ഡെൻസിറ്റി ഇടാതെ ഒരു MQ, അതായത് 1000 ലിറ്ററിൽ ഒരു 4 കിലോയിൽ താഴെ അത്രയും പറ്റുള്ളൂ. അതായത് സാധാരണ ഞാനൊക്കെ ഇടുന്നത് ഒരു 4 മീൻ അല്ലെങ്കിൽ ഒരു 8 മീൻ, ഒരു 1000 ലിറ്ററിൽ 8 കുഞ്ഞുങ്ങളെ ഇടുക എന്നുള്ള, അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളെ. ഇനി മാറ്റാനൊന്നും
നല്ല രീതിയിലാണെങ്കിൽ ഞാൻ പറയുന്നത് അതിന്റെ ഇരട്ടി ഇടുക. ഒരു 8 കുഞ്ഞുങ്ങളെ 1000 ലിറ്ററിൽ ഇടുക. ഒരു വർഷം കഴിഞ്ഞിട്ട് സോർട്ട് ചെയ്തിട്ട് എന്നാണേലും ഗ്രോത്ത് ഡിഫറൻസ് ഒരേ സൈസ് ഉള്ളതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ടാമത്ത് ആക്കി കൊടുക്കുക. എപ്പോഴും ഒരു M³ ഒരു 4 കിലോ താഴെ. അങ്ങനെയാകുമ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഹൈ ഡെൻസിറ്റി വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലകളൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും വെള്ളം ഭയങ്കരമായിട്ട് ആൽഗയുണ്ടാവും. ഈ ഗൗരാമി ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും തീറ്റ ഇൻടേക്ക് അമോണിയ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ എടുക്കുന്നത് കുറയും, വളർച്ച കുറയും. അല്ല, അന്നേരം ഇതിനകത്ത് എയറേഷൻ കൊടുത്താൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? എയറേഷൻ ഫിൽറ്റർ ഉണ്ടെങ്കിൽ വേറെ ഹൈ ഡെൻസിറ്റി രീതി വളർത്താം നമുക്ക് വേണേ. കാരണം മീന് ഫ്രഷ് വെള്ളം ഓക്സിജനേറ്റഡ് വെള്ളം ഉണ്ടെങ്കിൽ ഈ മീന് ഹൈ ഡെൻസിറ്റി ആണെങ്കിലും തീറ്റ എടുക്കും. ഇതിന്റെ അകത്ത് ഈ ഹൈ ഡെൻസിറ്റി വന്നു കഴിയുമ്പോൾ മെയിൻ പ്രശ്നം വരുന്നത് അമോണിയ കൂടിയിട്ട് തീറ്റ എടുക്കുന്നത് പറയും. വേറെ മീനുകളെ ചത്തുപോകും, പക്ഷെ ഗൗരാമി സർവൈവ് ചെയ്യും, പക്ഷെ തീറ്റ വളർച്ച കുറവായിരിക്കും. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് അമോണിയ റിമൂവ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അമോണിയ കൂടിയെന്ന് കൂട്ടിക്കും. അപ്പൊ നമുക്ക് വരാണ്ട് ഫിൽട്രേഷൻ ആണ് ഈ ബയോഫ്ലോക്ക് അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ബാക്കിയുള്ള മീനുകൾ ചെയ്യുന്നത്. പക്ഷെ വേറെ അതൊക്കെ 6 മാസം കൊണ്ട് നമുക്ക് ടേൺ അറൗണ്ട് ടൈം ആണ്. ഇതെന്ന് പറയുന്നത് ഗൗരാമി 1 വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും മിനിമം വളരും. 2 വർഷം ഈ സിസ്റ്റം ഓടിക്കാന്ന് പറയുന്നത് നല്ല രീതിയിൽ. അപ്പം ഈ അടുത്ത കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്കിപ്പോ പ്രധാനമായിട്ട് ഈ എല്ലാ മീനുകളും കൊണ്ടുവരുമ്പോഴത്തേക്കും പലരും നേരിടുന്ന പ്രശ്നമാണ് ഇതിന്റെ അസുഖങ്ങൾ. തിലോപ്പിയാണെങ്കിലും ചില സമയത്ത് പെട്ടെന്ന് ഒറ്റയടിക്ക് ചത്തുപോകും, അതുപോലെ വരാലാണ്. ഇപ്പൊ ഇങ്ങനെ ഗൗരാമിക്ക് എങ്ങനെയുള്ള അസുഖങ്ങൾ? എനിക്കിപ്പോ അസുഖങ്ങളുണ്ട്. പണ്ട് അതായത് ഞാൻ ഈ 96 തൊട്ട് 96, 94 ആ കാലഘട്ടത്തിൽ തൊട്ട് വളക്കാൻ തുടങ്ങിയതാ ഗൗരാമി. ഒരു 2018 വരെ ഒരു മീൻ പോലും അസുഖം വന്നിട്ട് ചത്തുപോയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഒരു അസുഖം ഇല്ലാത്ത മീൻ നമ്മൾ ഫുൾ ഗ്യാരണ്ടീഡായിരുന്നു. പക്ഷെ 2018 ഒരു എന്തോ വൈറൽ ഒരു അസുഖം വന്നിട്ട് എനിക്ക് 100 കിലോയുടെ മുകളിൽ മീന് ഒറ്റയടിക്ക് പോയി. 100 കിലോയ്ക്ക് മുകളിൽ പോയി. 100 കിലോയ്ക്ക് മുകളിൽ. അതായത് 2-3 കുളം കംപ്ലീറ്റ് വൈക്കൗട്ടായി. ഞാൻ പറഞ്ഞില്ലേ ഈ 3 ലക്ഷം ലിറ്ററിന്റെ അതിനകത്തൊക്കെ ഒരു 20ഓളം മീൻ വലിയ ഗൗരാമികളുണ്ടായിരുന്നു. 5 കിലോ 6 കിലോ അത് കംപ്ലീറ്റ് പോയി. അത് എന്നാന്ന് ചോദിച്ചാൽ ഒരു വൈറസ്. അത് ഇപ്പോഴും എന്തുവാ അതിന്റെ അറിയത്തില്ല. അതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ് ഇപ്പോഴും. കാരണം ഈ 2010 മുതലാണ് നമ്മുടെ ഇവിടെ മീൻ തീറ്റകൾ കിട്ടാൻ നമ്മൾ ഈ മേടിക്കുന്ന പെല്ലറ്റ്, അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ടുള്ള ഈ ഇലയും ചേമ്പലയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതല്ലാതെ പ്രോട്ടീൻ ഫീഡിനാണെങ്കിൽ നമ്മൾ കടലപ്പിണ്ണാക്കും അങ്ങനത്തെ ഇതായിരുന്നു. ഈ മേടിക്കുന്ന പാക്കറ്റ് തീറ്റകളില്ലായിരുന്നു. പക്ഷെ പാക്കറ്റ് തീറ്റകൾ വന്നതോടുകൂടി ആണ് ഈ അസുഖം വന്നത്. അപ്പൊ CMFRI അവര് വന്ന് മീന് ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് അവരെനിക്ക് തന്ന റിപ്പോർട്ട് വൈറസ് ഇൻഫെക്ഷൻ ആണ്, ഈ തീറ്റ വഴിയാണ്. പക്ഷെ വേറെ ഞാൻ കളമശ്ശേരിയിലുള്ള വേറൊരു പ്രൈവറ്റ് ലാബുകാരനോട്ട് അദ്ദേഹം പറഞ്ഞ പാരസൈറ്റാ. രണ്ട് റിപ്പോർട്ടൊക്കെയാണ് കിട്ടിയത്. അത് കാരണം എനിക്ക് ആ കൂടെ ഒരു പിന്നെ ഒന്നും ചെയ്തില്ല. ബാക്കിയുള്ള കുളങ്ങളിലെല്ലാം സർവൈവ് ചെയ്തു. പക്ഷെ ആ 2018 കഴിഞ്ഞ പിന്നെ വീണ്ടും പലയിടത്തുനിന്നും ഇപ്പൊ ഞാൻ ഈ പലർക്കും കൊടുക്കുന്നത് അവര് ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ തീറ്റ വഴി ഇവിടെ ഈ വെള്ളത്തിലെല്ലാം ഇതിന്റെ കണ്ടാമിനേഷൻ ഉണ്ട്. അപ്പം മീൻ എപ്പോഴെങ്കിലും ക്ഷീണമായി അല്ലെങ്കിൽ സ്ട്രെസ് വരും, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ പരിക്ക് പറ്റി അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അസുഖം വരുന്നത്. പക്ഷെ എന്നാലും പൊതുവെ കുറവാണ്. എന്നാലും ഇടയ്ക്ക് ചില കാലാവസ്ഥകളിൽ ഗൗരാമിക്കും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ എന്തോ വരുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെയായിട്ട് ഞാൻ ഇടയ്ക്ക് തണുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ 1-2 കുഞ്ഞുങ്ങള് നഴ്സറി കുളത്തിൽ പ്രശ്നം ഉണ്ടായി. അവരെ വെച്ച് പക്ഷെ അവരന്നേരം വൈറസ് അല്ല ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ആന്റിബയോട്ടിക് വേണ്ട. പക്ഷെ അതൊന്നും നോക്കിയിട്ടൊന്നും അത്ര എനിക്ക് ആയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് റെസിസ്റ്റൻസ് വന്ന് രക്ഷപ്പെടും. അല്ലാതെ ഇതുവരെയായിട്ടും അതിനൊരു സൊല്യൂഷൻ പലരും എന്നെ വിളിച്ചു ചോദിച്ച മീൻ ഇങ്ങനെ അവശതയായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും തീറ്റ എടുക്കാതെ. ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് തീറ്റ എടുക്കത്തില്ല. പൊതുവില് ഇപ്പം ഒരു കുറച്ച് മാസങ്ങളല്ല ഈ വർഷം ഇതുവരെയായിട്ടും അങ്ങനെ വലിയ പ്രശ്നം കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഈ മഴ കൂടുകയോ അങ്ങനത്തെ കൂടുമ്പോ ശരി പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഇങ്ങനെ മൂടിക്കെട്ടി പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ നമ്മുടെ pH മാറുമോ? സാധാരണ വെള്ളത്തിനും കാരണം നമ്മൾ പെയ്യുന്ന ആസിഡ് മഴയാണ്. തോട്ടിലെ വെള്ളം pH നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 താഴെയൊക്കെയാണ് ചില സമയത്ത്. അത്രേ ഉണ്ടാവും അല്ലേ? അപ്പൊ ഞങ്ങൾ ഈ സാറിന് ഗപ്പിയെ വളർത്തുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഗപ്പിക്ക് ഇങ്ങനെ മഴ മാറുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒന്നിച്ചെത്തും. അപ്പൊ ഫസ്റ്റ് അങ്ങനെ ഈ ഗൗരാമിക്ക് ആ പ്രശ്നം pH മാറുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ pH ചില സമയത്ത് ഇവിടെ ഈ ചില ആൽഗ വന്നിട്ട് pH 9
8-9 ഈ ആൽക്കലൈൻ കൂടിയിട്ട് വരും. പക്ഷെ അതെന്തോ ആൽഗയുടെ പ്രവർത്തനം കൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ച് റിട്ടേൺ ആവുന്നുണ്ട്. ശരി ശരി. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തിരിച്ചാവുന്നുണ്ട്. അതൊന്നും ഗൗരാമിയെ അങ്ങനെ ബാധിക്കില്ല. പക്ഷെ ആ സമയത്ത് നമ്മളിപ്പം സാധാരണ നോർമൽ pH 7 കിടക്കുന്ന ഒരു മീനെ എടുത്ത് പെട്ടെന്ന് ഈ 8 9 മാറ്റി കഴിഞ്ഞാൽ അവൻ അന്നേരം പ്രശ്നമാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് തന്നെ മാറുവാണെങ്കിൽ ഗ്രാജുവലായിട്ട് അതിപ്പോ ടെമ്പറേച്ചർ ആണെങ്കിലും ഒരുമാതിരി ആയിട്ട് കഴിഞ്ഞാൽ നല്ല വെള്ളം ഒരു 30-35 ഡിഗ്രി ചൂടി കിടക്കുന്ന വെള്ളത്തിലാണെങ്കിലും ഗൗരാമിക്ക് വലിയ പ്രശ്നം കുഴപ്പമില്ല. പക്ഷെ വേറെ ഉണ്ട്, നമ്മള് 20 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് 35 ഇട്ട് കഴിഞ്ഞാൽ അവൻ അന്നേരം കുഴപ്പമുണ്ട്. ഈ അതുപോലെ നമ്മൾ റെട്ടയിൽ ഗൗരാമി ഉണ്ടല്ലോ, ഈ ഇടയ്ക്ക് കുറച്ചും കൂടെ ഫേമസ് ആയി വരുന്നുണ്ട്. അത് നമുക്കിപ്പോ അവൈലബിൾ ഇല്ല. ഞാൻ റെട്ടയിലും അന്ന് 2018 എന്റെ ഒരു ബ്രീഡിംഗ് സൈസ് ഒരു 7 ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ആദ്യമേ അടിച്ചു പോയതാ. റെട്ടയിലാണ് റെട്ടയിൽ അത് കുറച്ചും കൂടെ നല്ല ഇപ്പോഴും ഇന്റർനെറ്റിലൊക്കെ കാണുന്ന റെട്ടയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന നല്ലൊരു 3 കിലോ 4 കിലോ ഒക്കെ ഉള്ള ഒരു സാധനം അതെന്റെ അത് ചത്തുപോയി. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനമായിരുന്നു. അല്ല, അതിന്റെ ഫോട്ടോ ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ട്. അത് പലരും അതെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നോക്കിയപ്പോ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്ന മീനാണ് റെട്ടയിലിന്റെ മീനായിട്ട്. അത്രയും കളറുള്ള 3 കിലോ ഉള്ള മീൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഏജ് ഉണ്ടായിരുന്നു. അത് മുട്ടയിടാനായിട്ട് കൂടൊക്കെ കെട്ടിയ. പക്ഷെ ഇവിടെ ഈ റെട്ടയിലും ആൽബിനോയും ഒക്കെ ഇത് കാര്യം ഇതിന് പ്രൈസ് കൂടുതൽ ഓർണമെന്റൽ കാറ്റഗറിയിലാണേലും ഇതിന്റെ കുഞ്ഞുങ്ങളുടെ എണ്ണം തീരെ കുറവാണ്. പിന്നെ എപ്പോഴാ ഇത് ബ്രീഡ് ചെയ്യുന്നത്? ഇപ്പൊ തൃശ്ശൂരെങ്ങാണ്ട് ഒരാള് അരുൺ എന്ന് പറഞ്ഞൊരു ബ്രീഡർ റെട്ടയിൽ ചെയ്യുന്നുണ്ട്. ബാക്കി അല്ലാതെ ഇവിടെ അടുത്തൊന്നും റെട്ടയിൽ ബ്രീഡ് ചെയ്യുന്നവരില്ല. സച്ചിൻ അടുത്ത് ചെന്നപ്പോഴും അവിടെ റെട്ടയിൽ ഉണ്ട്, ബ്രീഡായിട്ടില്ല. ഇല്ല, ബ്രീഡ് പുറത്തുനിന്ന് വരുന്നുണ്ടായിരിക്കും. നാട്ടില് റയറായിട്ടാണ് പലരും റെട്ടയിൽ ബ്രീഡ് ചെയ്യുന്നത്. നമുക്ക് ആൽബിനോ ആണേലും പലരും ആൽബിനോ, ഞങ്ങൾക്ക് ഇവിടെ ഒരു 6-7 പേരുടെ ഒരു ക്ലസ്റ്റർ കൂട്ടായ്മ ഉണ്ട്. അതിൽ തന്നെ റെട്ടയിൽ അല്ല ഈ ആൽബിനോ ചെയ്യുന്നവർ തന്നെ പലരും നിർത്തി. കാരണം ആൽബിനോ വല്ലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ല വിലയുണ്ട്. പക്ഷെ വല്ലപ്പോഴും കിട്ടിയിട്ട് ആ ഒരു കുളത്തിൽ നിന്ന് ഇപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഒരു 100 കുഞ്ഞ് കിട്ടി ആണെങ്കിൽ മറ്റേതാണെങ്കിൽ 1000 കുഞ്ഞ്. പിന്നെ ഡിമാൻഡും ഇത് മറ്റേ ഓർണമെന്റൽ കാറ്റഗറി ആണല്ലോ. കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിറ്റ് പോയെന്ന്. ഏറ്റവും മൂവിങ് ആയിട്ടുള്ളത് ബ്ലാക്ക് ആണ്. പിന്നെ പിങ്ക്. കാരണം ഈ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ വളർത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വില കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുക എന്നുള്ളതാണ്. ഞാനും മറ്റേത് 30 രൂപയാണെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് 80 രൂപയാണ് പിങ്കിന്. എത്ര ഉണ്ട്? ഇപ്പൊ 100 രൂപയുടെ മുകളിലാണ് പലരും നമ്മളെ 80 രൂപയ്ക്ക് വരെ. അപ്പൊ നമ്മൾ ഈ സൈസ് അനുസരിച്ചാണല്ലോ അപ്പൊ 2 ഇഞ്ച് മുതലാണോ നമ്മൾ? 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാലരിഷ്ടതയെല്ലാം മാറിയ ഒരു കുഞ്ഞാണ്. പിങ്ക് ഒക്കെ നമ്മളൊരു 2.5 ഇഞ്ചെങ്കിലും ആക്കി അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇത് മുട്ടയിട്ട് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണോ? തീരെ ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു അത്രേ ഉള്ളൂ. ഇതിന്റെ മുട്ട എന്ന് പറയുന്നത് കടുകിനേക്കാളിലും ചെറുതാണ്. അത്രയും ചെറിയതാണോ? കടുകല്ല, ഒരു കുരുമുളകിന്റെ മണിയെക്കാളും ചെറുതാണ്. വൈറ്റ് ആണ് കളർ മുട്ടയ്ക്ക്? ഒരു യെല്ലോയിഷ്. നമ്മളെ മീൻ പുളിയൊക്കെ മേടിക്കും ആ ഒരു തിളങ്ങിയിരിക്കും. ലൈവ് ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ ആ രീതിയിലിരിക്കും. മുട്ട കേടായെങ്കിൽ പുഴുങ്ങിയ ഉണ്ണിയുടെ കണക്ക് മഞ്ഞയാകും. അപ്പൊ ഇതെങ്ങനെ ഈ ഗൗരാമി തന്നെ കൂടെ വെക്കുകയോ? തന്നെ കൂടുണ്ടാക്കി അത് തന്നെ നമ്മളൊന്നും ചെയ്യണ്ട. നമ്മള് കറക്റ്റ് പേരിനെ ഇടുക, കൂടുണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. ഇപ്പൊ പടുതാക്കുളമൊക്കെ ആണെങ്കിൽ ഇത് പടുതായെ പിടിപ്പിക്കാൻ പറ്റില്ല. ഇതിപ്പം ഇങ്ങനെ പുല്ലുള്ളതാണ്. പുല്ലിന്റെ ഇടയ്ക്ക് ഇതുണ്ടല്ലേ അവിടെ ഇതൊരു കൂടാണ്. ഇതുണ്ടോ? ഇത് പോയ കഴിഞ്ഞ കൂടാണ്. കൂടായിരുന്നു. ഇത് കൂടാണ്. അതിന്റെ ആ സ്പേമിന്റെ ഇതാണ് ഈ ഓയിൽ കണക്ക് കാണുന്നുണ്ടോ? അതിന്റെ ബാക്കി കാണാൻ പറ്റുന്നുണ്ടോ? ഈ കൂടെ ഇളക്കി കഴിയുമ്പോ ഓയിൽ കണ്ടോ? ഈ മുട്ടയിട്ട് കഴിയുമ്പോഴേ ഫുൾ കുളത്തിലെ ഓയിൽ കണക്ക് വരും. ഇതാണ് ഇത് പോയ കൂടാണ്. ഇത് ശരിക്കും ഒരു ബോള് കണക്ക് ആക്കിയിട്ട് അതിന്റെ അകത്താണ് മുട്ട കയറ്റി വെക്കുന്നത്. എന്നിട്ട് പുറത്ത് നിന്ന് ഇങ്ങനെ എയർ സർക്കുലേഷൻ ഈ തുഴഞ്ഞോണ്ടിരിക്കും. ആണോ? അതൊരു 24 മണിക്കൂർ കൊണ്ട് ഈ വിരിയും. പക്ഷെ പുറത്ത് വരണമെങ്കിൽ ഒരു 2 ആഴ്ച വരെ ചിലപ്പോൾ സമയമെടുക്കും. കാലാവസ്ഥ അനുസരിച്ചാണ്. നല്ല ചൂടുണ്ട്. ഇതിനൊരു 25-30 ഡിഗ്രി ആ ഒരു വലിയ തണുപ്പില്ലാത്ത ഒരു ഇതാണ് ഏറ്റവും
നല്ലത്. തണുപ്പില്ലാത്ത ഇത് പറഞ്ഞാൽ ആൽഗയൊക്കെ കുളത്തിൽ നല്ലവണ്ണം ഇപ്പൊ ഈ വേനൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ശരി. കാരണം നല്ല സൂര്യപ്രകാശം ഉണ്ട്, ആൽഗ വെള്ളത്തിൽ നല്ലവണ്ണമൊക്കെ ഉണ്ടാകും. അപ്പം ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലവണ്ണമൊക്കെ തീറ്റ കിട്ടും. അങ്ങനെ ശരി. മഴക്കാലത്ത് ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോഴാണ് ഇതാണ് ആദ്യത്തെ മുട്ട ഇടുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആൽഗയാണോ അതിന്റെ ഫസ്റ്റ് ഫീഡ്? ഫസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത് ഇത് ശരിക്കും അതിന്റെ യോക്ക് തന്നെ മതി. 10 ദിവസത്തേന് അതിന്റെ ഈ മുട്ടയ്ക്ക് ഒരു വാല് പോണക്കാദ്യം വരും, എന്നിട്ട് മുട്ട ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ മുട്ടയുടെ യോക്ക് തന്നെ മതി 10-20 ദിവസത്തേന് അതിന്റെ തീറ്റ. ഒന്നും വേണ്ട. പക്ഷെ മീനിന്റെ ഒരു അത്യാവശ്യം ഷേപ്പ് ആയി കഴിഞ്ഞ് മീൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഈ മൈക്രോ സാധനങ്ങൾ, ആൽഗയോ അങ്ങനത്തെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമോ ഈ കുളത്തില് ഇങ്ങനത്തെ ഈ പുല്ലുമൊക്കെ വളരുന്ന കുളത്തിൽ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അല്ലാതെ ചിലർ മുട്ടയെടുത്ത് ഇത് സെപ്പറേറ്റ്, ഇത് മുട്ട 3000 എണ്ണമുള്ളതാണ്, 3000 പ്ലസ് ഒക്കെ വരുന്നതാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നതിൽ കൂടി വന്ന ഒരു 500 അത്രേ ഉള്ളൂ. 1000 വരെ, 1000-1200 വരെയൊക്കെ കൂടുതൽ നല്ല ഇതാ. അപ്പം വേറെ ഇത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തോറും ഈ എട്ടുകാലി അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ സാധനങ്ങൾ ഇത് പിടിച്ച് തിന്നോണ്ടിരിക്കും. ബാക്കി നമ്മളതാണ് നമ്മൾ കെയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ വെള്ളത്തിലെ തുമ്പിയുടെ ലാർവയാണ് ഇവനൊക്കെ ഇങ്ങനെ അടിച്ച് തിന്നാണ്ടിരിക്കുക. അപ്പൊ ചിലര് ഈ മുട്ടയെടുത്ത് വിരിച്ച് 10,000-2500 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് നല്ല കെയർ വേണം. വെള്ളത്തിന്റെ ടെമ്പറേച്ചറും pH-ഉം എല്ലാം നോക്കി സെറ്റ് ചെയ്തിട്ട് ഇതിന് തീറ്റയായിട്ട് മറ്റേ ആർട്ടിമിയ ഉണ്ടാക്കി എക്സ്ട്രാ കൊടുക്കണം. അതൊക്കെ ഭയങ്കര കോസ്റ്റ് ആവും. 2005 കുഞ്ഞുങ്ങൾക്ക് ആർട്ടിമിയ ഉണ്ടാക്കാൻ ചെറിയ പരിപാടിയല്ല. കുഴപ്പമില്ല, ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് അന്നേരം ഗ്രോത്ത് അത്ര നമ്മൾ നാച്ചുറൽ രീതിയിൽ വരുന്നവർക്ക് അങ്ങനെ കാണുന്നില്ല. അത് മാത്രമല്ല, ഇത് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ആയി കഴിഞ്ഞിട്ട് തിരിച്ച് നാച്ചുറൽ കുളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോഴേ പ്രശ്നങ്ങളാണ്. പലരും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത്രയും ഒരു സക്സസ് ആവുന്നില്ല. പിന്നെ ഏറ്റവും ഞാൻ നോക്കിയിട്ട് കുളം ക്ലീൻ ചെയ്തിടുക. ഓരോ ബ്രീഡിങ് ചെയ്യുമ്പോഴും കുളം ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഈ പടുതാക്കുളം കൂടെ ആകുമ്പോൾ ഒരു ദിവസം വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പോകും. വീണ്ടും തിരിച്ച് വെള്ളം അടിച്ചിട്ട് നമ്മൾ ഈ ബ്രീഡിങ് പെയറിനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ ഉടനെ തന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് ഉടനെ ഉണ്ടാവും. തുമ്പിയും ലാർവയൊക്കെ പെറ്റ് വരുന്നതിന് ഇപ്പം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹാർവെസ്റ്റിന് നല്ലവണ്ണം ഒരു 1000 കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പം കിട്ടും. രണ്ടാമത് നമ്മൾ ആ പഴയ വെള്ളം തന്നെയാണല്ലോ. രണ്ടാമത് കഴിയുമ്പോഴേക്കും പിന്നെ ഓരോ പ്രാവശ്യം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ ആദ്യ ബാച്ചിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ട് കിടന്നു കഴിഞ്ഞാലും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന പുറത്തൂടെ ഇങ്ങനെ വല വിരിച്ചാണ്. ചെറിയ കുഞ്ഞായിരിക്കും ഈ സൈഡും വഴിയൊക്കെ കാണുള്ളൂ. ഈ ഇതിന് വഴിയെല്ലാം കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ? ഇതിൻ്റെ അകത്ത് ഇപ്പം കഴിഞ്ഞ ബാച്ചിലെ ഈ ഇറങ്ങിയതിന്റെ കുഞ്ഞുങ്ങൾ കുറച്ച് കിടപ്പുണ്ട്. അവൻ ഇനി അടുത്തത് ഇപ്പം ഒരു മഴയോ എല്ലാം പെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ അടുത്ത ബ്രീഡ് ചെയ്യും. പക്ഷെ അടുത്ത ബ്രീഡ് മുട്ട ഇട്ട് കഴിയുമ്പോഴേ ഈ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ പ്രീവിയസ് ബാച്ചില് അവൻ വന്ന് ഇവരെ മുട്ട ഈ മീന് പേരൻസ് ഇത് ഗാർഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ മീനുകളെയൊക്കെ ഓടിക്കത്തുള്ളൂ. ചെറിയ ഇപ്പൊ ഒരു ഗപ്പി ഉണ്ടെങ്കിൽ തീർന്നു. അങ്ങനെ പ്രശ്നമുണ്ട്. ശരി. അപ്പൊ നമുക്ക് ഇത്രയും ഒരു കുളത്തിനകത്ത് എത്ര പേര് ഇടാൻ പറ്റും? ഇതിന്റെ അകത്ത് 2 പേരാണ് ഞാൻ. ഇതിന് 2 പേരാണ്. ഇവിടെ ഒരു കൂടുണ്ടെങ്കിൽ ആ കോർണറിൽ അത്രയും ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ മുട്ടയിട്ട് നിപ്പുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു 10 അടി റേഡിയസിൽ ഒരു മീനെ അടുപ്പിക്കുക. അങ്ങനെ ഉണ്ടല്ലേ? അതുകൊണ്ടാണ് ഈ റേഷ്യോ തെറ്റാണെങ്കിലും പലയിടത്തും ഉണ്ടാകില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതറിഞ്ഞാലേ കറക്റ്റ് പേര് നോക്കിയിടണം. മെയില് ഫീമെയില് ഐഡന്റിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇടുന്നത് 2 മെയിലാണേലും അങ്ങനെ പ്രശ്നമുണ്ട്. മെയില് കൂടിയ അടിയുണ്ടാവും. ഒരുത്തം കൂടെ ഉണ്ടാക്കുമ്പോ മറ്റം വന്നത് പൊളിച്ചോണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അത് കറക്റ്റ് അറിയുകയും ചെയ്യണം അതിനെ കുറിച്ച് അല്ലേ? മെയിലും ഫീമെയിലും അറിയണം. ആദ്യകാലത്ത് അതായിരുന്നു ഒരു പ്രശ്നം. ആർക്കും ഇതിനെ പറ്റി അറിയത്തില്ല. ഈ പിന്നെ ഐബിൻ എന്ന് പറയുന്ന ആ പുള്ളിയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പുള്ളിയും ഈ അന്നൊക്കെ ഇന്റർനെറ്റ് സൗകര്യമൊക്കെ വെച്ച് അത് നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷെ ഇപ്പം വലിയ ഞങ്ങളൊക്കെ അത് വർഷങ്ങളോളം കുത്തിയിരുന്ന് മീനെ ഇങ്ങനെ നോക്കി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചത് ഇപ്പൊ ഒരു വീഡിയോ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി. ഇപ്പൊ മെയിൽ ഫീമെയിൽ ആയിട്ട് വലിയ പാടുന്നില്ല. ഇത് എന്ത് വലുപ്പമുള്ള ടാങ്ക്? ഇത് 5.5 മീറ്റർ വരും ഡയമീറ്റർ. 5.5 മീറ്റർ ഡയമീറ്റർ. അപ്പൊ ഈ ഒരു 30,000 ലിറ്റർ വെള്ളം കൊള്ളും. അത്രയും ഉള്ളു അല്ലേ? ഇത് ബ്രീഡിങ്ങിനാണോ ഉപയോഗിക്കുന്നത്? അല്ലല്ല, ഇത് നേഴ്സറി പോണ്ട് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് പല നമ്മൾ തീരെ ചെറുത് 1 സെന്റിമീറ്റർ ആയിരിക്കും കുഞ്ഞുങ്ങളെ പിടിക്കും. കാരണം അതിൽ കൂടുതൽ ഈ ഓപ്പൺ ഇതിന് കഴിഞ്ഞാൽ പൊന്മാനും ഇതിനകത്ത് പിടിച്ചോണ്ട് പക്ഷിയും പാമ്പും
സർവ്വ സാധനം വന്ന് കൊണ്ടുപോകും. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് 0.5 ആണ് തീറ്റ വരുന്നത്. അപ്പൊ ഇപ്പൊ 0.4 ഉണ്ട്. അപ്പൊ അത് എടുക്കാനുള്ള ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റുവാണ്. ഇതിപ്പോ സൈഡ് നല്ലവണ്ണം ഫിനിഷ് ചെയ്തേക്കുന്ന പടുതാക്കുളമായത്. കാരണം നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഏതാണ്ടൊരു 90% ഇത് വലയ്ക്കകത്ത് കയറും. അങ്ങനെ ഉണ്ടല്ലേ? കുഞ്ഞായിരിക്കുമ്പോൾ വൈകിട്ട് സന്ധ്യ ആയി കഴിയുമ്പോൾ ആണെങ്കിൽ ഈ സൈഡും വഴിയോ കാണുള്ളൂ കുഞ്ഞുങ്ങൾ. ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങൾ. ഇത്രയും വലിപ്പമുള്ളൂ അല്ലേ? ഇതിപ്പോ അത്യാവശ്യം തീറ്റ 0.4 ഒക്കെ എടുക്കാറായതാണ്. അത് ശരി. ഇതിപ്പോ 2 ഇഞ്ചാണോ? ഇല്ല, ഇതിപ്പോ ഒരു 1 ഇഞ്ച് പോലും ആയില്ല. 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എന്ന് പറയാം. ഇതിങ്ങനെ അപ്പൊ ഇങ്ങനെ പിടിക്കേണ്ട എളുപ്പമുണ്ട് നമുക്ക് അല്ലേ? അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു 1.5 മാസം ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ഒരു 1.5 മാസം ഇട്ട് കഴിഞ്ഞാൽ 2 ഇഞ്ച് സൈസിലോട്ടാവും കൊടുക്കുന്നത്. ഇതിന്റെ അകത്തൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇടുന്ന നഴ്സറി പോണ്ട അല്ലേ? അതുകൊണ്ടാക്കി വല ഇങ്ങനെ വലയിട്ട് പാമ്പ് കയറാതെ പാമ്പും കയറി പിടിക്കും ഇങ്ങനെ. പിന്നെ ഈ വെള്ളത്തിൽ കുളവൻ കുറെ സാധനം. ശരി. ഇതിന്റെ അത് കുഞ്ഞായതാ, പൈസ ആയില്ലെന്നു. ഇത് അതിന്റെ ഉണ്ടായി ഒരു അതിന്റെ ചെറുതാ. അത് നമ്മൾ കണ്ടതിനേക്കാളും ചെറുതാ. ഇതിപ്പോ എത്ര ഒരു വിരിഞ്ഞിട്ടൊരു ഒരാഴ്ച ആയി കാണും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കൂടുതൽ കുഞ്ഞുങ്ങളായിരിക്കും മുഴുവൻ. ഇതിപ്പം നമ്മൾ ഇപ്പൊ ഇതിന്റെ അകത്തൊരു 3 പേരുണ്ട്. 6 മീനുണ്ട്. 6 മീനിട്ടേക്കുന്ന. അപ്പൊ അതില് ചിലപ്പോ 2 കൂട് കാണാം. ചിലപ്പോ ഇത് അവിടെ എവിടെയൊക്കെ ആയിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് മുഴുവൻ 2 കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000-2000 കുഞ്ഞുങ്ങളും കാണണം. പക്ഷെ ഇത് രക്ഷപ്പെട്ടൊക്കെ കിട്ടുക ചില സമയത്ത് ഈ ചെറിയ കുഞ്ഞുങ്ങളായതാണ്. തണുപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നില്ല. അത് ശരി. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ഒരു 1 ഇഞ്ചായി കഴിഞ്ഞാൽ പിന്നെ കിട്ടും. പിന്നെ അങ്ങനെ വലിയ മോർട്ടാലിറ്റി വരികയില്ല. ഇതമ്മ വാട്ടർ കാവേജ് അല്ലേ? ഇതിന്റെ അകത്ത് വലുതുണ്ടാവും. മരത്ത് തിന്നാൻ പറ്റിയ ഇനി അത് വേറെ കുളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിന്റെ അകത്തേക്ക് ഞാൻ ഈ 0.5 ഡസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡസ്റ്റ് ഇടുന്നുണ്ടല്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ആദ്യത്തെ കുളം അതിന്റെ വലുത്. അതിന് മുമ്പ് വീടിന്റെ അടുത്തൊരു ചെറിയ കുളമായിരുന്നു. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയ കുളമാണിത്. അത് ശരി. ഇത് ഏകദേശം എത്ര വലിപ്പമുള്ള? ഇത് 2-8 സെന്റ് വരുന്നുണ്ട്. 3 ലക്ഷം ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. 3 ലക്ഷം ലിറ്റർ. അത് ശരി. ഇതിപ്പോ ഞാൻ ഇപ്പം ബ്രീഡ് ചെയ്യുന്നില്ല ഇതിന്റെ അകത്ത്. ഇല്ല. മിച്ചം വരുന്നതും അല്ലാതെ ഇതെല്ലാം കൂടെ ചുമ്മാ വളർത്താൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ്. കാരണം ഇത് ഷെയ്ഡ് കൂടിപ്പോയി. അങ്ങനെയാണോ? ഇപ്പം വേണേ. പക്ഷെ പൊതുവെ നോക്കി കഴിയുമ്പം നമ്മൾ ഇതിന്റെ അകത്ത് ഒറ്റ ഹാർവസ്റ്റിന് 5000 കുഞ്ഞുങ്ങളെ കോരിക്കൊണ്ടിരുന്നതാണ്. പിന്നെ 500 ശരി നല്ല രീതിയിലായി. അപ്പൊ ഇത് ആഴം നമ്മുടെ എത്ര മീനിനേറ്റവും ഇതൊരു 8 അടി വരെയൊക്കെ ഉണ്ട്. ഈ സൈഡില് 8 അടി ഉണ്ടല്ലേ? പക്ഷെ അന്നേരം ഇവിടെ ഇത് അൺഈവനാണ്. ഇത് പാറയാണ്. അടി പാറയാ. കപ്പയിട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇതാന്ന് തോന്നുന്നു ഏറ്റവും വലിയ കുളം. അതെ.
ഏരിയ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഏതാണ്ട് 8 മെയിലും 12 ഫീമെയിലും ഇട്ടതാണ്. ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ ഇല്ല. ഇതിൻ്റെ അകത്ത് കുറെ മെയിലിനെ ജോഡിയെ താഴോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്കും ഉണ്ടല്ലോ കിടപ്പുണ്ട്. അതിനെ ഇവിടെ ഈ വർഷം അത് മാറ്റണം. ഇവിടുന്ന് ഇതെല്ലാം അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. 4 കിലോ 5 കിലോ ഒക്കെ ഉണ്ട്. ഇത് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലാണല്ലോ. വേറെ കൊള്ളമൊക്കെ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ടോപ്പപ്പ് ചെയ്യാനോ ഇതിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം വലിച്ചാൽ മതി. അവിടെ അതിലെല്ലാം വാൽവ് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം എവിടെ മഴ പെയ്യുന്ന വെള്ളമുണ്ട്. അതല്ലാതെ മഴക്കാലത്ത് അതുകൂടി തോടുണ്ട്. അതിൽ നിന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും. അത് ശരി. പിന്നെ മഴക്കാലത്ത് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ വെള്ളമുണ്ട്. വെള്ളം അറിയില്ല. അപ്പൊ ഇത് വെള്ളം എടുത്തിട്ടാണ് ഈ 1.5 അടി താന്ന് കിടക്കുന്നത്. ഇപ്പോഴും വേറെ കുളം ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടുന്ന എടുക്കുന്നത്. അത് ശരി. അപ്പൊ ഇത് വെള്ളം എപ്പോഴും വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അത് മുട്ടയിടുകയാണ്. അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഈ കുളം ഞാൻ ബ്രീഡിങ്ങിനെന്നുള്ളത് ഉപേക്ഷിച്ചാണ്. നമുക്കിവിടെ ഇപ്പം ഒരാള് 1 കിലോ അല്ലെങ്കിൽ വലിയ ഒരെണ്ണം പിടിക്കാൻ വന്ന ഇവിടുന്ന് പിടിച്ചു കൊടുക്കുവോ? ഇല്ല നമ്മളിപ്പോ ഇറച്ചിക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. ഇറച്ചിക്ക് എടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ പറഞ്ഞ ചെറിയ 5 മീറ്ററിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഇത് പിടിക്കുന്നത് മിക്കവാറും ഇതിപ്പം അടുത്ത മഴയ്ക്ക് മുമ്പ് ഞാൻ ഇത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇങ്ങനെ സ്ലോപ്പ് ആയതാണ് എളുപ്പം. മോട്ടറിന്റെ പോലും ആവശ്യമില്ല. 2 ഇഞ്ചിന്റെ ഹോസ് സ്ലാരി സഹിതം കയറിപ്പോകും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ മീൻ. ഇതിന്റെ അകത്തൊരു 100-500 ഈ പിങ്ക് കിടപ്പുണ്ട്. ഒരു 1/2 കിലോ 1 കിലോ ഒക്കെ ഉള്ള കിടപ്പുണ്ട്. ഇത് രണ്ടേ ഉള്ളൂ, അല്ലാതെ വേറെ മീനുകളൊന്നും ഇല്ല. മാത്രമേ ഉള്ളൂ. ഗൗരാമി ഫാം എന്ന് പറഞ്ഞാൽ ഗൗരാമി മാത്രമേ ഉള്ളൂ. അതെ അതെ. ഞാൻ ഇടയ്ക്ക് ഈ പറഞ്ഞ വരാലും തിലോപ്പിയായും ഒക്കെ ചെയ്ത് നോക്കി. അതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണേ ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതുള്ളപ്പോ പിന്നെ വേറെ പോകേണ്ട ആവശ്യം. അതെ അതെ. അപ്പൊ ഞാൻ മറ്റൊരു ഡൗട്ട് വെക്കട്ടെ. അപ്പൊ ഇതിനകത്ത് കുറെ കുഞ്ഞുങ്ങൾ വേറെ എന്തെങ്കിലും കുഞ്ഞുങ്ങളായെന്ന് കൂട്ടിക്കും. അപ്പൊ ഈ മറ്റുള്ള മീനുകളെ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ ഒരു പ്രാവശ്യം സർക്കാരിന്റെ സ്കീമില് ഈ വരാല് വളർത്തിയായിരുന്നു. അവൻ ഭയങ്കര ചാട്ടക്കാരനാണ്. ഞാൻ റിങ്ങിന്റെ അകത്ത് വളർത്തിയതാണ്. എന്നിട്ടും അതിൽ നിന്ന് വലയിട്ട് അതിന്റെ ഇടയിൽ കൂടെ ചാടിയിട്ട് കുളത്തില് പിന്നെ മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടി വന്നു. കുറെ എന്നാണേലും 1-2 കുളത്തിൽ നിന്ന് കിട്ടി വരാലിനെ. ഈ ഗൗരാമി തന്നെ എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട്. അതായത് ചില പേരന്റ് തിന്നും. പക്ഷെ അതങ്ങനെയില്ല. നമ്മള് ഈ കണ്ടില്ല ചുറ്റും പുല്ലും ഇതും വെച്ചേക്കുന്ന അങ്ങനെ ഒരു ഈ ഗൗരാമിക്ക് കുഞ്ഞുങ്ങൾക്ക് മറിഞ്ഞ് നിൽക്കാനുള്ള സംവിധാനം അങ്ങനെ ഇല്ല. നിന്നോളൂ. പിന്നെ ഈ ഫീഡിങ്ങിനും പ്രശ്നമാണ്. പ്രോട്ടീൻ ഫീഡ് ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ തിന്നുന്ന ടെൻഡൻസി. അങ്ങനെയാണല്ലേ. അപ്പൊ നല്ല മോണക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ പേരന്റ് അങ്ങനെ കഴിക്കാല. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഇവൻ ഇത് തിന്നും ഭയങ്കരമായിട്ട് ടെൻഡൻസി വരുന്നതാണ്. അപ്പം ചേട്ടാ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്കിപ്പം സാധാരണ മീൻ കർഷകർക്ക് ഒരു പ്രധാന പ്രശ്നം ഇത് നഷ്ടമാണ്, നിർത്താൻ പോവാന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ എങ്ങനെ എത്രയും നാളത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത് നഷ്ടമാണോ അതോ എന്താണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയാമോ? അല്ല, നഷ്ടമാണെങ്കിൽ ഇത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോയല്ലോ. ചെയ്യത്തില്ല. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്ക് വരാതെ ഇതിനോടൊരു പാഷനും കൂടെ ആണെങ്കിൽ നമ്മളെ ഏത് പ്രവൃത്തിയും അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അതിന്റെ റിട്ടേൺ കിട്ടും. ഇപ്പം ഞാൻ 96-96 ഒരു 2010 തൊട്ട് നല്ല കൊമേഴ്ഷ്യൽ രീതിയിലാക്കിയത്. അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ള രീതിയിൽ ചെറിയൊരു റിട്ടേൺ ആയിട്ടായിരുന്നു. 2010 മുതലാണ് ഏതാണ്ട് ഈ ഫുൾ 10-25ഓളം കുളങ്ങളുണ്ട് എനിക്ക്. 25ഓളം അടുത്ത് 20ഓളം ബ്രീഡിംഗ് കുളങ്ങളുണ്ട്. 20ഓളം ഉണ്ട്. എനിക്ക് മെയിനായിട്ട് കാർഷിക വൃത്തി, അതായത് റബ്ബറൊക്കെ ആയിരുന്നു. അന്ന് റബ്ബറിന് നല്ല വില ഉണ്ടായിരുന്നപ്പോൾ പോലും റബ്ബറിൽ നിന്ന് കിട്ടുന്നേക്കാളും ഇൻകം ഈ 2 ഏക്കർ ഉള്ള ഈ 2 ഏക്കറാണ് ഈ വീടിന്റെ റിപ്പോർട്ട്. അതിൽ നിന്ന്
കിട്ടുന്ന വരുമാനം 10-12 ഏക്കർ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതലുണ്ട് കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പൊ പിന്നെ അതിനകത്ത് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇടക്കാലം കൊണ്ട് ഈ പറഞ്ഞ കണക്ക് കോവിഡ് കഴിഞ്ഞാൽ അത് പിന്നെ വരാണ്ട് ഇതിന്റെ അകത്ത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ മെനക്കണം. അതെ തന്നെ നല്ല അറിവും വേണം. ഇത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വെള്ളം മാറി വളർത്തിയെടുക്കാന്നുള്ളത് നല്ല അതിന് ഒരു താല്പര്യം ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. കാശിന് നോക്കി ചെയ്യുന്നതല്ല, അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. അതെ അതൊക്കെ ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് തന്നെ ലാഭം കാണുമ്പോൾ ചാടി വരുന്നവരും ഇത് അവസാനം ഇട്ടിട്ട് പോകുന്നവരും ഒരു താല്പര്യം വേണം. അതെ ഇപ്പൊ നമ്മള് കാശ് നോക്കി ചെയ്യാതെ അതിനോടുള്ള ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു പാഷൻ കൊണ്ട് ചെയ്യുവാണെങ്കിൽ അതാണ്. പക്ഷെ അതനുസരിച്ച് അതിന്റെ ഇരട്ടി റിട്ടേണും കിട്ടും. ഏത് പ്രവർത്തിക്കാണെങ്കിലും അങ്ങനെ. അതെ പിന്നെ ചിലർക്ക് പറയുന്നുണ്ട്, കാരണം ഈ ടോട്ടലി കുറച്ചു നാൾ ഒരു വലിയ ഹൈക്കായിരുന്നു അന്ന്. ഇപ്പം ഏത് ഫീൽഡിലാണേലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവില്ല. പക്ഷെ അത് ഈ കാശ് നോക്കുന്നവനെ ഈ താഴ്ച വന്നു കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും. ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഡള്ളായിരുന്നു മാർക്കറ്റ്. പക്ഷെ ഇപ്പം വീണ്ടും എനിക്ക് സാധനം കൊടുക്കാൻ പഴയ രീതിയിലോട്ട് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ വലിയ ഓർഡർ ഒന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റിയാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പൊ അത് വരാണ്ട് ഞാനും അന്നേരം ഈ മാർക്കറ്റ് ഡള്ളായപ്പോ ഞാനും ചില കോൺസെൻട്രേഷൻ ശ്രദ്ധ കുറച്ച്. അത് കാരണം പ്രൊഡക്ഷൻ നല്ല രീതിയിൽ പ്രൊഡക്ഷനും കുറഞ്ഞായിരുന്നു എന്റെ. അത് ശരി. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ടു ആൾക്കാർക്ക് ഒരുപാട് ഇതിന്റെ മീനുകൾ എത്തിച്ചു കൊടുക്കാൻ പലരും വിളിക്കാറുണ്ട്. ഇല്ല, കൊറിയർ സർവീസ് നമുക്കില്ല. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെയായിട്ട് അതിനെപ്പറ്റി ഒന്നാമത് നമ്മളിപ്പോ ഇത്ര ഇന്ത്യയിലാണ്. അതെ ഈരാറ്റുപേട്ടയിൽ 8 കിലോമീറ്റർ ഉണ്ട്. ശരി. നമുക്ക് കൊറിയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ MC റോഡിൽ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ MC റോഡിൽ പോകണം. അല്ലെങ്കിൽ ഈ ബസ്സിലൊക്കെ കയറ്റി വിടാന്ന് പറഞ്ഞാൽ നമ്മുടെ മെനക്കേടാണ്. വേണ്ട ഫ്ലാമില് കൗണ്ടർ സെയിൽ നടക്കാൻ സാധനം ഇല്ലാത്തപ്പോ ഞാൻ പിന്നെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും. പിന്നെ ഇടയ്ക്ക് ഈ മാർക്കറ്റ് ഡള്ളായപ്പം കൊറിയർ. പക്ഷെ എന്നാലും നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല, റിസ്കും ഉണ്ട് ഇതിനകത്ത്. ഇനി ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു അക്വേറിയത്തിൽ ഒരാൾക്ക് പറഞ്ഞ ഒരു വലിയ ഫിഷിനെ വേണം, ഒരു ഇടാൻ, അങ്ങനെ വലിയ ഇവിടെ വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇവിടെ കൗണ്ടർ സെയിൽ ഒരു മീനാണെ പോലും ചിലർ ചോദിക്കും മിനിമം എത്രയാണ്. നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ റേറ്റിൽ ഒരു മീനാണേലും 1000 മീനാണേലും ഒറ്റ വിലക്കാണ് കൊടുക്കാൻ. അതിപ്പോ ഞാൻ കുറച്ച് വലിപ്പമുള്ള ഒരു മീനെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അടിച്ച് കൊടുക്കാൻ, പിടിച്ചു കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഈ വലിയ മീനുകളൊക്കെ കുളം വന്നെങ്കിൽ വെള്ളം താത്തു വേണം പിടിക്കാൻ. ചുമ്മാ വലയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പരിക്ക് പറ്റാതെ പിടിക്കുക. പിന്നെ ഈ ബൾക്കായിട്ട് ചിലര് എന്നാ കൂടുതൽ മീന് വലുതെടുത്ത് ഈ പറഞ്ഞ പിങ്കൊക്കെ വലുത് ഫാൻസിക്കുളത്തിലിടാൻ 10-20 എണ്ണമൊക്കെ വരുന്ന ബൾക്ക് കൗണ്ടിൽ വരുന്നവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് നമ്മുടെ ഈക്കോ ഉണ്ട്. ഈക്കോയെ കൊണ്ട് കൊടുക്കുക. 6 ജാർ വരെ കയറും. ജാറിനകത്ത് നമ്മൾ സെറ്റായിക്കൊണ്ട് ഡെലിവറി ചെയ്യാം. അപ്പൊ തന്നെയല്ല, മറ്റൊരു കാര്യം, നമുക്കിപ്പം ഇതിന്റെ സംശയങ്ങൾ ഒരുപാട് പേര് വരും. ഈ കാരണം മറ്റുള്ള മീനെ പോലെ അല്ല ഇത്രയും നാൾ. അപ്പം സംശയങ്ങൾ നമുക്ക് ഒരാൾ വിളിച്ചാൽ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? പ്രത്യേകിച്ചും വൈകിട്ട് നമ്മളെ ഞാൻ പറഞ്ഞ കുളത്തിന്റെ ഈ മഴവെള്ള സംബന്ധിയുടെ പടുതാക്കുളം ഉണ്ടാക്കുന്നതിന്റെ കോൺട്രാക്ട് വർക്കുണ്ട്. പലയിടത്തും മിക്ക ദിവസം വർക്കുണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ വേണം ചെയ്തു കൊടുക്കും വിളിച്ചാല്. അത് മിക്കവാറും റംബുട്ടാൻ കൃഷിക്കൊക്കെ വലിയ പോണ്ടുകളാണ്. 15 ലക്ഷം ലിറ്ററിന്റെ വലിയ പോണ്ടുകൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം ഈ പകല് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയിൽ ഒരു 8 മണി കഴിഞ്ഞിട്ട് എപ്പം വേണേലും വിളിക്കും. ശരി. വാട്സാപ്പിൽ ഇട്ടാലും എന്തെങ്കിലും പലരും വിളിക്കാറുണ്ട്. നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരുപാട് നന്ദി. ഇപ്പം ഈ ഞങ്ങൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങാം. ഇപ്പൊ മീനെ ഒന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല, വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ട്. ഇനി മീൻ പിടിക്കും, ഇത് പറ്റിക്കുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ വരാം. ഓക്കെ.